ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് ബിയേഴ്സ് കൈയടക്കുമോ അല്ലെങ്കിൽ അതിനെ തരത്തിലുള്ള എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് പങ്കുവെക്കാൻ നമ്മളോടൊപ്പം പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. Morning, Anla, and morning, viewers. സർ, ഇന്നലെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് തുടർച്ചയായിട്ടൊരു നേട്ടത്തിന് ശേഷം പ്രത്യേകിച്ചും നാസ്ഡാക്കിലേക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് 0.76% ഒരു ഇടിവ് രേഖപ്പെടുത്തി 15,509.9 എന്നൊരു റേഞ്ചിലും ഡൗ ജോൺസ് സൂചിക 0.35% നേട്ടം രേഖപ്പെടുത്തി 38,467.31 എന്നൊരു റേഞ്ചിലുമായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിനെ സംബന്ധിച്ച് പറയുക ആൽഫബറ്റിന്റെ ഉൾപ്പെടെ സ്ട്രീറ്റിന്റെ ആ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ടുള്ളൊരു Q4 അല്ലായിരുന്നു അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ തുടർന്നൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ സൂചികകളെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും FOMC മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുന്നു, നാളെ അതിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? So, American market നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്കിന്റെ അണ്ടർലൈൻ സ്ട്രെങ്ത് വന്നിട്ട് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൗ ജോൺസ് ഇൻഡെക്സ് വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഒരു വീക്ക്നെസ്സും ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുവെങ്കിൽ 38,200 പോയിന്റിന്റെ സപ്പോർട്ട് ഡൗ ജോൺസ് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു അല്പം വീക്ക്നെസ് ഇന്നലെ കാണാൻ സാധിച്ചു. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 17,390 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം തിരിച്ചെന്ന ഒരു മുന്നേറ്റം കാണണമെങ്കിൽ 17,650 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ബ്രേക്ക് ചെയ്യണം. അമേരിക്കയിലുള്ള സ്പെസിഫിക് സ്റ്റോക്കിലോട്ട് ചെല്ലുമ്പോഴേക്കും ഇന്നലെ ആമസോണില് $162 എത്തിയതിനു ശേഷം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ബട്ട് അത് അഗെയിൻ ഒരു പുതിയൊരു ബെയറിഷ് ട്രെൻഡിന്റെ തുടക്കമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തില്ല. കാര്യം ജനുവരി മാസത്തിന്റെ അവസാനം നോക്കുമ്പോഴേക്കും ആമസോണിന്റെ ഷെയർ പ്രൈസ് വെറും $144 ഉണ്ടായിരുന്നുള്ളൂ. $140 നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു $18 നേട്ടമാണ് നമുക്ക് ആമസോൺ നൽകിയിരിക്കുന്നത്. അതേസമയം നമ്മൾ എൻവിഡിയയുടെ ഷെയർ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ എൻവിഡിയ ഇന്നലെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ട്രേഡിംഗ് അവസാനിച്ചത്. ഓൾമോസ്റ്റ് ഒരു $638 വരെ എത്തിയിരുന്നു. ആൻഡ് അഗെയിൻ എൻവിഡിയയുടെ ഷെയർ പ്രൈസ് നോക്കുമ്പോഴേക്ക് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ വെറും $480 ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് വെൻ വി ലുക്ക് ഇൻ ടു മൈക്രോസോഫ്റ്റിന്റെ കേസിലും വലിയൊരു മുന്നേറ്റമാണ് നമ്മൾ ജനുവരി മാസത്തിൽ കണ്ടിരിക്കുന്നത്. ഫ്രം അറൌണ്ട് $366 $366 നിന്നും ഇന്നലത്തെ ട്രേഡിംഗില് മൈക്രോസോഫ്റ്റ് $413 വരെ എത്തിയിരുന്നു. നാച്ചുറലി ഇത്രയും വലിയ നേട്ടം കാണുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. അത് തന്നെ നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആസ് ഫാർ ആസ് FOMC മീറ്റിംഗ് ഇസ് കൺസേൺഡ്, എനിക്ക് തോന്നുന്നില്ല നാളെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവല് FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു സർപ്രൈസസും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. സർ, അപ്പോൾ അതുപോലെ കമ്മോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ക്രൂഡിലേക്ക് തന്നെയാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. WTI ക്രൂഡിലേക്ക് വരുമ്പോൾ ബാരലിന് $72.5 എന്ന നിലവാരത്തിലും ബ്രെൻറ്റിലേക്ക് വരുമ്പോൾ $82.16 എന്നൊരു നിലവാരത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം 0.4% ഇടിവാണ് രണ്ട് ക്രൂഡ് ഓയിൽ പാരാമീറ്റേഴ്സിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? So crude in the case, I am continuing to be very, very bullish. And ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ക്രൂഡിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് വേണ്ടത്. ക്രൂഡിന്റെ കേസിൽ, ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് കാണുന്നത് $74. സോ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം ഇന്ന് നമുക്കൊരു ബുള്ളിഷ് ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ $79 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ആഴ്ച തന്നെ ക്രൂഡ് ഓയിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി സാറിന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൾ 0.07% മാത്രം നേട്ടം രേഖപ്പെടുത്തി ട്രൈ ഔൺസിന് $2052.25 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഗോൾഡിന്റെ ഒരു ഇൻട്രാഡേയിലേക്ക് കഴിഞ്ഞ ഇന്നലത്തെ ആയിട്ടൊരു ഇൻട്രാഡേയിലേക്ക് നോക്കുക ഏകദേശം 2065 വരെ ഉയർന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഗോൾഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വ്യൂ എന്താണ്? രണ്ടും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ച $2040 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ആക്ച്വലി ബെയറിഷായി വഴിമാറിയിരുന്നു. ബട്ട് കഴിഞ്ഞ 3-4 സെഷൻസിൽ ഇതേ റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്യാനാണ് സ്വർണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ട്രേഡിംഗ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഗോൾഡ് $2050 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു $25 to $30 നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം സ്വർണം $2000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ all the trends will turn bearish. സർ ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കാണാൻ സാധിച്ചു. ഏകദേശം 21,800 എന്നൊരു റേഞ്ചിന് മുകളിൽ എത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞൊരു സെഷനിലേക്ക് എത്തുമ്പോൾ ശക്തമായിട്ടൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വിപണി 21,501.8 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 0.99% ഇടിവിൽ 21,522.1 എന്നൊരു റേഞ്ചിലാണ്. പ്രത്യേകിച്ചും നാളെയാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇന്റേറിയം ബഡ്ജറ്റ് നടക്കാനിരിക്കുന്നത്. അതുപോലെ FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ളത്, അല്ലെങ്കിൽ FOMC മീറ്റിംഗിന്റെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ളത് നാളെ വരാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? എന്തൊക്കെയാണ് ഇനി ഒരു നിക്ഷേപം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ കുറച്ച് സെഷൻസ് ആയിട്ട് ഈ ഫോറത്തിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നിഫ്റ്റി 50യുടെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 21,800 പോയിന്റിൽ കാണുന്നുണ്ടെന്ന്. സോ ഇന്നലെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50 21,813 പോയിന്റ് എത്തിയപ്പോഴേക്കും സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ആൻഡ് ഫ്രം എ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അതൊരു ഹെൽത്തി സൈൻ ആയിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും അറ്റ് ദിസ് മൊമെന്റ് ബെയറിഷ് ബേസിന് ഒരു അല്പം എക്സ്ട്രാ സ്ട്രെങ്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൈവച്ച ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 21,400 21,400 പോയിന്റ് നമ്മൾ വളരെ മേജർ ഒരു സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു 400 മുതൽ 600 പോയിന്റിന്റെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നിഫ്റ്റി 50യിൽ എൻ്റെ ഈ ഒരു ബെയറിഷ് ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് വഴിമാറണമെങ്കിൽ നിഫ്റ്റി 50 21,800 പോയിന്റ്സിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ആ ഒരു വ്യൂവിൽ മാറ്റം വരുത്തുള്ളൂ. സർ അതിനൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി സാറിന് ശ്രദ്ധ ക്ഷണിക്കുക. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 0.16% ഇടിവിൽ 45,367.75 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂചികയിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, SBI തുടങ്ങിയ ഓഹരികൾ ഒഴികെ ബാക്കി എല്ലാ ഓഹരികളും ഇടിവിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? So Nifty ബാങ്കിന്റെ കേസിൽ again unfortunately already long term trend bearish ആയി വഴിമാറി കഴിഞ്ഞു. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 44,800 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കനത്ത സെല്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എഗെയിൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ തിരിച്ച് നമുക്ക് ഒരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 46,500 പോയിന്റ് 46,800 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ.
സർ, നിഫ്റ്റി ബാങ്കിൽ തന്നെയും സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന IDBI ബാങ്കുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ്. IDBI ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവരുടെ പാദഫലങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അറ്റാദായത്തിൽ ഏകദേശം 57% വർധനവ് രേഖപ്പെടുത്തി 1458 കോടി രൂപയായിട്ടായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ, അതായത് അറ്റപലിശ വരുമാനത്തിലും വലിയ തോതിലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അസറ്റ് ക്വാളിറ്റിയിലും ഒക്കെ ഒരു ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. IDBI ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനുവരി 29 ഒരു പുതിയൊരു 52 വീക്ക് ഹൈ അവർ ആ ഒരു ഓഹരി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 88 രൂപ എന്ന നിലവാരത്തിൽ. എന്നാൽ ഇന്നലെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു 1.18% ഇടിവിൽ 83.7 എന്നൊരു റേഞ്ചിലാണ്. IDBI ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ IDBI ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് IDBI ബാങ്കിന്റെ കേസിൽ ഡിസംബർ അവസാനത്തോടു കൂടി ഈ സ്റ്റോക്കിന്റെ വില വെറും 60 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് മിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് 88 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. നാച്ചുറലി ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഇറ്റ് ഇസ് പ്രിപ്പയർഡ് വെരി വെൽ. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 സപ്പോർട്ട് ഏരിയ. ആദ്യത്തത് 80 രൂപ, അതിനെ തുടർന്ന് 77 രൂപ, അതിനെ തുടർന്ന് 73 രൂപ. സോ ഈ സപ്പോർട്ട് ലെവൽസിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ സിയറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ്. സിയറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവരുടെ പാദഫല പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ലാഭത്തിൽ 5 മടങ്ങിനടുത്തൊരു വർധനയാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാനായിട്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനിനായിട്ട് 572 കോടി രൂപ ഉൾപ്പെടെ കമ്പനി അനുവദിച്ചിട്ടുമുണ്ടായിരുന്നു. കമ്പനീനെ സംബന്ധിച്ചുള്ള ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ട് ടയർ കമ്പനികൾ മെച്ചപ്പെട്ടൊരു പ്രകടനം നടത്തിയപ്പോൾ പോലും സിയറ്റ് ലിമിറ്റഡിൽ ശക്തമായിട്ടൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3.08% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സിയറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ സിയറ്റിന്റെ ലോങ് ടേം വ്യൂ നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് വെരി വെരി ബുള്ളിഷ്. സോ സിയറ്റിന്റെ കേസിൽ IDBI ബാങ്കിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു ലോവസ്റ്റ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2065 രൂപയായിരുന്നു ഇതിന്റെ ഒരു ലോവസ്റ്റ് ലെവൽ. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് ഈ സ്റ്റോക്ക് 3000 രൂപ വരെ എത്തിയിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50% നേട്ടമാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ ലഭിച്ചിരിക്കുന്നത്. നാച്ചുറലി ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈസ് വെരി വെരി നാച്ചുറൽ. ആൻഡ് കഴിഞ്ഞ 5 സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. സ്റ്റോക്കിൽ നമുക്ക് മുഖ്യമായിട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്ന 2 മേജർ സപ്പോർട്ട് ഏരിയ 2600 രൂപയും അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 2525 രൂപയും. സോ എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് ഈ 2 സപ്പോർട്ട് ഏരിയ, ഈ 2 സപ്പോർട്ട്സ് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് ഇത്തരം സ്റ്റോക്കിലായിരിക്കണം നമ്മൾ ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ HFCL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കമ്പനീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരി 25 ഒരു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 108.8 എന്നൊരു റേഞ്ച് സൃഷ്ടിക്കാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡിസംബറിന് ശേഷം, ഡിസംബർ പകുതിക്ക് ശേഷം ശക്തമായിട്ടൊരു ട്രെൻഡ്, ഒരു ബുള്ളിഷ് മൊമെന്റ് തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. HFCL സംബന്ധിച്ച് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 2.23% ഇടിവിൽ 100.95 രൂപ എന്നൊരു റേഞ്ചിലുമായിരുന്നു. HFCLുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സോ HFCL അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ സ്റ്റോക്കിന് ഒക്ടോബർ മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം ലെവൽ കാണാൻ സാധിക്കുന്നത് അറൌണ്ട് 60-61 രൂപയ്ക്ക് അടുത്ത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് നമുക്ക് ഒത്തിരി നേട്ടം നൽകി 108 രൂപ വരെ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. സോ അഗെയിൻ മറ്റേ 2 സ്റ്റോക്ക് പറഞ്ഞതുപോലെ തന്നെ വളരെ നാച്ചുറൽ ദാറ്റ് ദി സ്റ്റോക്ക് ഈസ് ഗോയിങ് ടു ഫേസ് എ പ്രോഫിറ്റ് ടേക്കിംഗ്.
പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 95 രൂപയായിരിക്കും. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ ഒരു 95 രൂപ റേഞ്ചിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം ലോങ് പൊസിഷൻ വേണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഓഹരി ഇന്നലെ 0.8% നേട്ടത്തിൽ 208.8 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും 52 ഹൈ റേഞ്ച് സൃഷ്ടിച്ചിരിക്കുന്നത് 25 ജനുവരി ആയിരുന്നു. ജനുവരി 25-ാം തീയതി ആയിരുന്നു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ഫ്രം എ പ്യോർ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി 213 രൂപയായിരിക്കണം. 213 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു 10 മുതൽ 15 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 203 രൂപയായിരിക്കാം സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സംഗീത് സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ KPIT ടെക്നോളജീസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3.4% നേട്ടത്തിൽ 1455 രൂപ എന്നൊരു നിലവാരത്തിലുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓഹരി കമ്പനി അവരുടെ ഒരു റിസൾട്ടും Q3 റിസൾട്ടും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഗൈഡൻസ് ഒക്കെ, അതായത് 2025-ലേക്കുള്ള ഫ്യൂച്ചർ ഗൈഡൻസ് ഒക്കെ വളരെ ഇൻടാക്റ്റ് ആയിട്ട് നിലനിർത്തിയും പ്രോഫിറ്റിൽ ഏകദേശം 50% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. KPIT ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സോ അൺഫോർച്ചുനേറ്റ്ലി KPITയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സപ്പോർട്ട് ഏരിയ 1320 രൂപയാണ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ് ട്രെൻഡിലോട്ട് വഴിമാറണമെങ്കിൽ സ്റ്റോക്ക് 1525 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജംന ഓട്ടോ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3.6% നേട്ടത്തിൽ 116.5 എന്നൊരു നിലവാരത്തിലായിരുന്നു. ഓഹരി ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 4-ാം തീയതി രേഖപ്പെടുത്തിയ 127.1 എന്നൊരു റേഞ്ചാണ്. അതിനുശേഷം വളരെ ശക്തമായിട്ട് വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്താൻ ഓഹരിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഓട്ടോ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഒത്തിരി സ്പെക്യുലേറ്റീവ് ബൈയിങ് ഈ സ്റ്റോക്കിൽ നടക്കാറുമുണ്ട്. സോ ഈ സ്റ്റോക്കിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു ബ്രോഡ് സൈഡ് വേസ് റേഞ്ചിലാണ് പെട്ടുപോയിരിക്കുന്നത്. മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 103 രൂപയിലും മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 126 രൂപയിലും. സോ നമുക്കൊരു സേഫ് ആയിട്ടൊരു ബൈയിങ് അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ 126 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സേഫ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. സർ, മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ബിജിത് തമ്പി നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3.46% ഇടിവിൽ 122.75 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 25-ന് രേഖപ്പെടുത്തിയ 130.5 എന്നൊരു നിലവാരമാണ്. നാഷണൽ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ രണ്ടും ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഞാൻ നേരത്തെ ഇന്ന് സൂചിപ്പിച്ച പല സ്റ്റോക്കിനെ പോലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സിന്റെ കേസിൽ നമ്മൾ ഒത്തിരി നേട്ടം കഴിഞ്ഞ 3 മാസത്തിനിടെ കണ്ടിട്ടുണ്ട്. ഇൻഫാക്ട് നാഷണൽ ഫെർട്ടിലൈസർ നവംബർ മാസത്തിലെ ലോവസ്റ്റ് ലെവല് നോക്കുമ്പോഴേക്കും അത് അറൌണ്ട് 65 രൂപയ്ക്കായിരുന്നു. സോ മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് 130 രൂപ എത്തിയതോടെ നമുക്ക് 100% ഗെയിന് കഴിഞ്ഞ 3 മാസത്തിൽ ലഭിച്ചിരിക്കുന്നത്. സോ ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് വി വിൽ സീ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം ലഭിക്കുന്നുണ്ടോ എന്ന്.
സർ മറ്റൊരു പ്രേക്ഷകരിലെ നിജി SJVN ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 0.46% ഇടിവിൽ 128.6 എന്നൊരു റേഞ്ചിലായിരുന്നു. ഇന്നലെ ഒരു പുതിയ 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 134.7 എന്നൊരു നിലവാരം ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. SJVNുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? SJVN ആൻഡ് ഇതിന്റെ ട്വിൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന NHPC രണ്ട് സ്റ്റോക്കിന്റെയും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റോക്സിൽ നമ്മൾ ഇത്രയും മുന്നേറ്റം കാണുമ്പോൾ അതിലൊക്കെ പങ്കെടുത്ത ഒത്തിരി നേട്ടം ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന രണ്ട് സ്റ്റോക്സ് SJVN ആൻഡ് NHPC. കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. മേജർ സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ ഇപ്പൊ കാണുന്നത് 119 രൂപയിലാണ്. 119ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഷോർട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ബിജിത് തമ്പി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിലിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.46% നേട്ടത്തിൽ 121 എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 1 സൃഷ്ടിച്ച 126.9 എന്നൊരു റേഞ്ചാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? So again, long and short term trend is very much bullish, but ഈ സ്റ്റോക്കിന് 125 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. സോ നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ലെവൽ ടു ബുക്ക് യുവർ പ്രോഫിറ്റ്സ്. പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്ക് 125 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ എൻട്രി ലഭിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം സ്റ്റോക്ക് 113 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ short-term trend will turn bearish. സർ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള അശ്വി ചോദിച്ചിരിക്കുന്നത് IRFCയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.14% ഇടിവിൽ 167.2 എന്നൊരു റേഞ്ചിലായിരുന്നു. ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 23 സൃഷ്ടിച്ച 192.8 എന്നൊരു റേഞ്ചാണ്. IRFCയുമായി ബന്ധപ്പെട്ട് ഇനി കൈവശം ഇത് സൂക്ഷിക്കുന്ന നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? So IRFC again, ഒക്ടോബറിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് IRFC. ആൻഡ് സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 193 രൂപ എത്തിയതിനു ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ഷെയർ ഉണ്ടെങ്കിൽ നമ്മൾ 159 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. 159 റുപ്പീസിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സ്റ്റോക്കിൽ നമുക്ക് പുതിയൊരു എൻട്രി ലഭിക്കണമെങ്കിൽ 182 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ബിജിത് തമ്പി എക്സൈഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 0.92% നേട്ടത്തിൽ 318.2 എന്നൊരു റേഞ്ചിലായിരുന്നു ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 12 രേഖപ്പെടുത്തിയ 341.8 എന്നൊരു റേഞ്ചാണ്. എക്സൈഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? എക്സൈഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് എങ്കിൽ പോലും പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു എൻട്രിയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 299 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. 299 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ then the short term trend will turn bearish. സർ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ജയകൃഷ്ണൻ JP പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന ഈ ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 4.73% നേട്ടത്തിൽ 17.7 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 5 രേഖപ്പെടുത്തിയ 17.8 രൂപ എന്നൊരു റേഞ്ചാണ്. ഒരു സ്മാൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഒരു ഓഹരിയെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ 3-4 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്യുലേറ്റീവ് ബൈങ് നടക്കുന്നുണ്ട്. സോ
ഈ ഒരു സ്റ്റോക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ വെരി സേഫ് ട്രേഡിംഗ് സ്റ്റോക്ക്. ബട്ട് നമ്മൾ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ സ്റ്റോക്ക് 18 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 14 രൂപ 90 പൈസ നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ITC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടി പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.57% ഇടിവിൽ 438.25 എന്നൊരു റേഞ്ചാണ്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ജൂലൈ 24 രേഖപ്പെടുത്തിയ 499.7 എന്നൊരു റേഞ്ചാണ്. ITCയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ ITCയുടെ കേസ് എടുക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി വളരെ മികച്ച ഫൈനാൻഷ്യൽ ക്വാർട്ടർലി റിസൾട്ട് അല്ലായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചത്. അതിനെ തുടർന്ന് നമുക്ക് സ്റ്റോക്കിൽ നല്ല സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി കാണുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി ക്ലോസ് ഓൾ ദ ലോങ് പൊസിഷൻ. തൽക്കാലം ഈ കമ്പനിയിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കേണ്ട.